കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം തകരട്ടെ എന്നതാണ് ഇരുമുന്നണികളുടെയും അജണ്ടയെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. പൌരത്വ വിഷയത്തിൽ കോൺഗ്രസ് എന്താണ് പ്രതികരിക്കാത്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. LDF പട്ടാമ്പി മണ്ഡലതല തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൌരത്വ വിഷയത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കേരളം തകരട്ടെ എന്ന BJPയുടെ കേരള വിരുദ്ധ നിലപാടിനൊപ്പം കോൺഗ്രസും നിന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളം ഉയർത്തിയ വാദഗതി അംഗീകരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി അതിവിടെ തകർക്കുന്നു എന്നാണ് കേരളം ഉന്നയിച്ചത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതാണോ കേരളത്തിലെ തിരിച്ചടി? ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നമായിട്ടത് മാറി. ഞാൻ പറഞ്ഞ 18 അംഗ സംഘം ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം, അവഗണന, അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? എല്ലാ കാര്യത്തിലും ഈ 18 അംഗ സംഘം BJPയുടെ കൂടെയായിരുന്നു. ഒരു അനുഭവം മാത്രം പങ്കുവെക്കാം. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അതിന്റെ കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. MPമാരുടെ കോൺഫറൻസാണ് സംസ്ഥാന ഗവൺമെന്റ് വിളിച്ചത്. നിങ്ങൾ എല്ലാവരും കൂടി ധനമന്ത്രിയെ കാണണം എന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. എല്ലാവരും സമ്മതിച്ചു. കാണാം, ഒന്നിച്ചു പോയി കാണാം, നിവേദനം കൊടുക്കാം. ആദ്യത്തെ വട്ടം തയ്യാറായില്ല, ഒപ്പിടാൻ തയ്യാറായില്ല. രണ്ടാമത്തെ വട്ടവും ഇത് ആവർത്തിച്ചു. നിവേദനവുമായി ചെന്നപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം വേണം. അത് കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയാണ് ഇതെല്ലാം കാരണം എന്ന് എഴുതണം. എങ്ങനെയുണ്ട്? കേരളം ഒറ്റക്കെട്ടായി പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് പിന്തിരിഞ്ഞു. യോജിച്ച പ്രക്ഷോഭത്തിനില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു. സംഘപരിവാറിനെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനം, അതിനെതിരെയാണ് നിവേദനം. അപ്പൊ അതിൽ പറയാ, ഇതൊന്നും നിങ്ങളെ കുറ്റം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അത്രമാത്രം BJP ഗവൺമെന്റിനോട് വിധേയത്വമുള്ള ഒരു സംഘമായി ഈ 18 അംഗ സംഘം മാറി എന്നതാണ് നമ്മുടെ അനുഭവം. BJPക്ക് ഒരു കേരള വിരുദ്ധ മനോഭാവമുണ്ട്. അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഇവർക്ക് എങ്ങനെ വന്നു അത്? ഇവർ ഈ നാടിനെ പ്രതിനിധീകരിച്ചല്ലേ കേരളത്തിൽ നിന്ന് പോയത്? കേരളത്തിന്റെ പ്രതിനിധികളല്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, MLAമാരായ മുഹമ്മദ് മൂസിൻ, P മമ്മിക്കുട്ടി, സ്ഥാനാർത്ഥി വിജയരാഘവൻ, AK ബാലൻ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, NN കൃഷ്ണദാസ്, സുരേഷ് രാജ്, TK നാരായണൻ തുടങ്ങി LDF നേതാക്കളും പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.